നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി ഞാൻ ഗോകുൽ രവി. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച വയനാട്ടിലെ പുൽപ്പള്ളിയിലെ അക്രമ സംഭവങ്ങളിൽ പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെയാണ് കേസെടുത്തത്. വനംവകുപ്പിന്റെ വാഹനം ആക്രമിച്ചതിനും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനുമാണ് കേസ്. പുൽപ്പള്ളി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം FIR രജിസ്റ്റർ ചെയ്തു. സുർജിത്ത് അയ്യപ്പത്തി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, വരും ദിവസങ്ങളിലും പ്രതിഷേധങ്ങളുടെ സാധ്യതയുണ്ട്. ആ ഘട്ടത്തിൽ ഉടനടി ഈ കേസിൽ നടപടികളിലേക്ക് പോലീസ് കടക്കുമോ? ഗോകുൽ, വളരെ ഗൗരവത്തിലാണ് പോലീസ് ഈ വിഷയത്തെ കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം അവിടെ ഫോറസ്റ്റ് ജീപ്പിനെ ആക്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉടലെടുത്ത ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ സമാധാനപരമായിരുന്നു പ്രതിഷേധമെങ്കിൽ പിന്നീട് അത് വലിയ അളവിൽ അത് അക്രമോത്സുക സ്വഭാവത്തിലേക്ക് മാറിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് നിലവിൽ 5 FIRകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വനംവകുപ്പിന്റെ വാഹനം ആക്രമിച്ചതും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മൃതദേഹം തടഞ്ഞതിനും പോലീസ് ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞതിനും ഉൾപ്പെടെ ആണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ വീട്ടിൽ മൃതദേഹം ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു പാക്കത്തെ വീട്ടിൽ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 100ഓളം പേർക്കെതിരെയാണ് നിലവിൽ FIR ഇട്ടിരിക്കുന്നത്. എന്തായാലും കടുത്ത നടപടിയിലേക്ക് പോവുകയാണ് പോലീസ്. ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഈ ഫോറസ്റ്റ് ജീപ്പ് ആക്രമിച്ചെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും കടുത്ത നടപടിയിലേക്ക് പോലീസ് പോകുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടുത്ത ദിവസം തന്നെ വയനാട് ജില്ലയിൽ എത്തുന്നുണ്ട് എന്നുള്ള വിവരം കൂടിയുണ്ട്. എന്തായാലും അന്വേഷണം നടത്തി ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ രീതിയിൽ നടപടിയെടുക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. ഗോകുൽ. ശരി സുർജിത്ത്, വയനാട്ടിൽ വനം വകുപ്പ് താൽക്കാലിക വാച്ചറായിരുന്ന ജീവനക്കാരനായിരുന്ന പോളിന്റെ മരണത്തെ തുടർന്നുണ്ടായ ഇന്നത്തെ പ്രതിഷേധമാണ് അക്രമാസക്തമായത്. അതിൽ വനം വകുപ്പ് ജീപ്പ് അടിച്ചു തകർക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ജീപ്പിന്റെ കാറ്റഴിച്ചു വിടുകയും വന്യമൃഗം ആക്രമിച്ച് കൊലപ്പെടുത്തിയ പശുവിന്റെ ജഡം ആ ബോണറ്റിൽ കെട്ടിവെക്കുകയും ഉൾപ്പെടെയുള്ള സംഭവങ്ങളുണ്ടായി. ജനപ്രതിനിധികൾക്ക് നേരെയും ഒരു കുപ്പിയേർ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറിയ സംഭവത്തിലാണ് ഏതായാലും ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഇക്കോ ടൂറിസം ജീവനക്കാരൻ പോൾ കൊല്ലപ്പെട്ടതിൽ വയനാട്ടിൽ പ്രതിഷേധമിരമ്പി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും പോലീസിനും നേരെ ജനരോഷമുയർന്നു. ജനക്കൂട്ടം അക്രമാസക്തമായതോടെ പോലീസ് 2 തവണ ലാത്തിവീശി. മൃതദേഹം പുൽപ്പള്ളിയിൽ എത്തിച്ചപ്പോഴാണ് സംഘർഷത്തിന് തുടക്കം. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും നാളെയും പുൽപ്പള്ളിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. രാവിലെ 6 മണി കുറുവാദ്വീപിലെ താൽക്കാലിക ജീവനക്കാരൻ പോളിന്റെ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയായി. മൃതദേഹം പുറത്തെത്തിച്ചത് മുതൽ തുടങ്ങിയതാണ് പ്രതിഷേധം. ആദ്യം കളക്ടറേറ്റ് മുന്നിൽ മൃതദേഹവുമായി കുത്തിയിരിക്കാനായിരുന്നു നാട്ടുകാരുടെ തീരുമാനം. എന്നാൽ പിന്നീട് നടന്നത് നാടകീയ സംഭവങ്ങൾ. സമയം രാവിലെ 10 മണി. മൃതദേഹം പുൽപ്പള്ളിയിൽ. ജില്ലാ കളക്ടറും CCFും എത്തി ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ നഗരത്തിൽ നിന്ന് മൃതദേഹം മാറ്റാൻ കഴിയൂവെന്ന് നാട്ടുകാർ. ജില്ലാ കളക്ടർ രേണുരാജ്, നോർത്തേൺ സർക്കിൾ ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ KS ദീപ എന്നിവർ സ്ഥലത്ത്. തുടർന്ന് ജനപ്രതിനിധികളുമായി ചർച്ച. ഇതിനിടയിൽ പുൽപ്പള്ളി 56-ൽ കടുവ പശുവിനെ കൊന്നു. പശുവിൻ്റെ ജഡവുമായി നാട്ടുകാർ നഗരത്തിലേക്ക്. വനം വകുപ്പിൻ്റെ വാഹനം പിടിച്ചെടുത്ത പ്രതിഷേധക്കാർ ടയറിലേക്ക് കാറ്റഴിച്ചു. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി. വാഹനത്തിന് റീത്തുവെച്ച് കടുവ പാതി തിന്ന പശുവിൻ്റെ ശരീരം ജീപ്പിന് മുകളിൽ കെട്ടിവെച്ച് പ്രദർശിപ്പിച്ചു. പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ: ഞങ്ങൾക്ക് ഒരു പൈസയും വേണ്ട. ഈ നാട്ടിൽ ഇറങ്ങിക്കുന്ന മൃഗങ്ങളെ തിരിച്ചു കയറ്റി അതിനുള്ള സംവിധാനമാണ് ഇവിടെ വേണ്ടത്. കാടും നാടും വേർതിരിച്ചിട്ടുള്ള സംവിധാനമാണ് ഇവിടെ വേണ്ടത്. അല്ലാണ്ട് ഒരു പൈസയല്ല വേണ്ടത്. പൈസ വേണമെങ്കിൽ ആർക്ക് വേണേലും കൊടുക്കാം. അതല്ല ഇവിടെ വേണ്ടത്. ചർച്ച കഴിഞ്ഞ് ആവശ്യങ്ങൾ പരിഗണിച്ചെന്നറിയിക്കാൻ എത്തിയ MLA-മാർക്ക് നേരെയും ജനരോഷം. ഇതിനിടയിൽ മാധ്യമപ്രവർത്തകർക്കും പരുക്ക്. ഒടുവിൽ 12:45 പോലീസ് ലാത്തിവീശി. പോളിന്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് പാക്കത്തെ വീട്ടിലേക്ക്. ഉച്ചയ്ക്ക് 1:45 ഉന്നത ഉദ്യോഗസ്ഥരെത്തി ആവശ്യങ്ങൾ അംഗീകരിച്ചത് രേഖാമൂലം അറിയിച്ചാൽ മാത്രമേ മൃതദേഹം പുറത്തിറക്കൂവെന്ന് കുടുംബം. വീണ്ടും പ്രതിഷേധം. ഒടുവിൽ ADM ദേവകി പാക്കത്തെ വീട്ടിലേക്ക്.
സർക്കാർ നൽകിയ ഉറപ്പ് വായിച്ചു കേൾപ്പിക്കുന്നു. നഷ്ടപരിഹാര തുകയായ 5 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കുടുംബത്തിന് കൈമാറുന്നതും ബാക്കി 5 ലക്ഷം രൂപ തഹസിൽദാരുടെ പക്കൽ നിന്നും അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന അന്നേ ദിവസവും കൈമാറുന്നതാണ്. വീട്ടിലെ പൊതുദർശനം 4 മണിയോടെ സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം പുൽപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിലേക്ക്. വനം വകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരൻ പോളിന് കണ്ണീരോടെ വിട. പാക്കത്തെ വീട്ടിൽ ഇനിയുള്ളത് ഓർമ്മകൾ മാത്രം. അച്ഛനും ഭർത്താവും നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ അനാഥത്വം. വയനാട്ടിൽ നിന്ന് പ്രജുൽ സുരേഷിനൊപ്പം അരുൺ പാറക്കൽ, 24. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന് ചികിത്സ വൈകിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. പുൽപ്പള്ളിയിലേത് വൈകാരിക പ്രതികരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പ്രകോപനപരമായ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. മന്ത്രി എ കെ ശശീന്ദ്രന് നേരെ വിവിധയിടങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. പോളിന്റെ മരണത്തിന് കാരണം ചികിത്സ വൈകിയതാണെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ ഇത് നിഷേധിക്കുകയാണ് വനം മന്ത്രിയും ആരോഗ്യമന്ത്രിയും. പ്രാഥമികമായി ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് അത്തരം വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ്. പിന്നെ അങ്ങനെ രാഷ്ട്രീയം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതിലെന്തെങ്കിലും കഴമുണ്ടോ എന്ന് അന്വേഷിക്കാൻ സർക്കാരിന് യാതൊരു വൈമുഖ്യവുമില്ല. ഈ സംഭവമുണ്ടായി ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ ഈ സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പുൽപ്പള്ളിയിലെ പ്രതിഷേധം ഭയത്തിൽ നിന്ന് വരുന്ന വൈകാരിക പ്രതികരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വനം വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതാണ് അപകട സാഹചര്യം വർദ്ധിപ്പിച്ചതെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനും ആരോപിച്ചു. പ്രകോപനപരമായ സമരത്തിൽ നിന്ന് ജനങ്ങൾ പിന്മാറണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. ഹർത്താലിൽ സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. കാരണം ഓരോന്നോരോന്നായി മാറി മാറി പോകും. അപ്പം അതിനെ മറ്റൊരു തരത്തിലേക്ക് നമ്മൾ വ്യാഖ്യാനിച്ച് അതിലേക്ക് ഇനി ചർച്ച പോകും. മാധ്യമങ്ങളെ ആക്രമിക്കുന്നത് ശരിയാണോ? വയനാട്ടിലെ ജനകീയ പ്രതിഷേധത്തിന് ഒന്നാമത്തെ ഉത്തരവാദി LDF സർക്കാരെന്ന് MLA-മാരായ ടി സിദ്ദിഖും IC ബാലകൃഷ്ണനും കുറ്റപ്പെടുത്തി. ജനപ്രതിനിധികൾക്കെതിരെ ആളുകളെ തിരിച്ചുവിടാൻ ബോധപൂർവ ശ്രമം നടന്നുവെന്നും ടി സിദ്ദിഖ് ആരോപിച്ചു. ബോധപൂർവം വഴിതിരിച്ചുവിടാൻ ഒരു ചെറിയ ശ്രമം നടന്നു. ഞങ്ങൾ ആ ശ്രമത്തിൽ ഒരു കാരണവശാലും വീഴുന്ന പ്രശ്നമില്ല. മന്ത്രി എ കെ ശശീന്ദ്രന് നേരെ കോഴിക്കോട് കാരപ്പറമ്പിലും സൈബർ പാർക്കിന് സമീപവും യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. 24 വയനാട്. ഇപ്പോൾ വരുന്നൊരു വാർത്ത. കോഴിക്കോട് പൂവാട്ടുപറമ്പ് ചെമ്പകശ്ശേരി ക്ഷേത്രത്തിൽ ആനയിടഞ്ഞു. താലപ്പൊലിക്ക് ശേഷമാണ് ആനയിടഞ്ഞത്. ആനയെ ഉടൻ തന്നെ തളച്ചു. മിഥില ബാലൻ ചേരുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. മിഥില, ആർക്കെങ്കിലും പരുക്കോ മറ്റ് നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ഗോകുൽ, പൂവാട്ടുപറമ്പ് ചെമ്പകശ്ശേരി ക്ഷേത്രത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ചെമ്പകശ്ശേരി ക്ഷേത്രത്തിലെ താളപ്പൊലിക്ക് ശേഷമാണ് ആന ഇടഞ്ഞത്. ആന ഇടഞ്ഞതിനെ തുടർന്ന് ആളുകൾ ചിതറിയോടുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞു. എന്നാലും കുറച്ച് സമയം ആ ഒരു അമ്പലത്തിൽ, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അമ്പലത്തിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ ആന ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയുണ്ടായി. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ആനയെ തളച്ചിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും നിലവിലുണ്ടായിട്ടില്ല. ഒരു താലപ്പൊലി കഴിഞ്ഞതിന് ശേഷമാണ്, ഉത്സവമാണ്, താലപ്പൊലി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പാപ്പാന്റെ ഒരു അത്ഭുതകരമായ രക്ഷപ്പെടൽ കൂടി ആ ദൃശ്യങ്ങളുണ്ടല്ലോ അല്ലേ മിഥില? അതെ, തീർച്ചയായും. ആന ഇടഞ്ഞ് ഓടുന്ന, അല്ലെങ്കിൽ ആന ഇടഞ്ഞു. ആ സമയത്ത് തന്നെ ആ ചുറ്റുഭാഗത്തുള്ള ആളുകളെല്ലാം തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവിടെ ഉത്സവമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. താലപ്പൊലി ഉണ്ടായിരുന്നു. താലപ്പൊലിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇപ്പം ചോദിച്ചതുപോലെ തന്നെ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആളുകൾ ചിതറി ഓടുന്ന ദൃശ്യങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ഭീകരാന്തരീക്ഷമാണ് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞു എന്നത് മറ്റ് അപകടങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. മിഥിലയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോടാണ് ഇത്തരത്തിൽ ആന ഇടഞ്ഞത്. ഇടഞ്ഞ ആനയുടെ കാലിന് മുന്നിൽ നിന്നാണ് പാപ്പാൻ അത്ഭുതകരമായി രക്ഷപ്പെടുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. ഏതായാലും വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആർക്കും പരിക്കുകളില്ല എന്നതാണ് വിവരം. KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP-യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് OICC അൽ ഹസ ഏരിയ കമ്മിറ്റി ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ഫൈസൽ വാച്ചാക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം OICC ദമാം റീജിയണൽ കമ്മിറ്റി അംഗം ഷാഫി കുദിർ ഉദ്ഘാടനം ചെയ്തു. OICC ദമാം പാലക്കാട് ജില്ലാ കമ്മിറ്റി ട്രഷറർ ഷമീർ പനങ്ങാടൻ നവാസ്, പ്രസാദ് കരുനാഗപ്പള്ളി, സബീന അഷ്റഫ്, മൊയ്തു അടാടിയിൽ എന്നിവർ സംബന്ധിച്ചു. ജനറൽ സെക്രട്ടറി ഉമർ കോട്ടയിൽ സ്വാഗതവും ട്രഷറർ ഷിജോ മോൻ വർഗീസ് നന്ദിയും പറഞ്ഞു.
അൻസിൽ ആലപ്പി, ആസിഫ് ഖാൻ, മുരളീധരൻ പിള്ള ചെങ്ങന്നൂർ, അനീഷ് സനയ്യ, നൌഷാദ് KP, സെബാസ്റ്റ്യൻ VP, അഫ്സാന അഷ്റഫ്, ഷിബു സുകുമാരൻ, അക്ബർ ഖാൻ, അഫ്സൽ അഷ്റഫ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സൗദിയിലെ റിയാദിൽ കണ്ണൂർ പെരുമ്പ സ്വദേശിനി ജമീല TP ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. 64 വയസ്സായിരുന്നു. റിയാദിലുള്ള മകൾ സൽമത്തിന്റെയും മരുമകൻ അഷ്റഫിന്റെയും അടുത്ത് ഉംറ നിർവഹിക്കാൻ എത്തിയതായിരുന്നു. പരേതനായ മുഹമ്മദ് മമ്മുവാണ് ഭർത്താവ്. ലത്തീഫ്, അസീസ്, ജബ്ബാർ, സിദ്ദീഖ്, ഫൗരീദ, സെറീന എന്നിവർ മക്കളാണ്. മൃതദേഹവുമായി ബന്ധപ്പെട്ട നടപടികളുമായി റിയാദ് KMCC പ്രവർത്തകർ രംഗത്തുണ്ട്. പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി സക്കീർ പുതുനഗരത്തെയും ജനറൽ സെക്രട്ടറിയായി പ്രേംരാജിനെയും ട്രഷററായി രാജേഷ് ബാലഗോപാലിനെയും തെരഞ്ഞെടുത്തു. രാജേഷ് പരിയാരത്താണ് വൈസ് പ്രസിഡന്റ്. ജോയിന്റ് സെക്രട്ടറിയായി വേണുകുമാറിനെയും വനിതാവേദി ജനറൽ കൺവീനറായി സുഷമ ശബരി, ബാലസമിതി ജനറൽ കൺവീനറായി രാജി മാവത്ത്, കലാവിഭാഗം സെക്രട്ടറിയായി PN കുമാർ, മാധ്യമവിഭാഗം സെക്രട്ടറിയായി ജിജു മാത്യു എന്നിവരെയും തെരഞ്ഞെടുത്തു. ദീർഘകാലം റെസ്റ്റോറന്റ്, കഫറ്റീരിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന മലയാളികളായ ജീവനക്കാരെ പ്രവാസി വെൽഫെയർ കുവൈറ്റ് ആദരിക്കും. സംഘടനയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. സ്വന്തം കുടുംബത്തിന് കൈത്താങ്ങാകുന്നതോടൊപ്പം തൊഴിലിലൂടെ സാമൂഹിക സേവനം നിർവഹിക്കുന്നു എന്ന് പരിഗണിച്ചാണ് ആദരം. തിരികെ ഗൾഫ് ഫോക്കസിലേക്ക്. SFIO അന്വേഷണം നിയമപരമെന്ന് കോടതി. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ കർണാടക ഹൈക്കോടതി വിധിയുടെ പകർപ്പ് പുറത്ത്. SFIOയുടെ അന്വേഷണം നിയമപരമാണെന്ന് ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ വിധിയിൽ പറയുന്നു. അന്വേഷണം റദ്ദാക്കാൻ എക്സാലോജിക് കോടതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കില്ലെന്നും കോടതിയുടെ കണ്ടെത്തൽ. SFIOയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി ഇന്നലെയാണ് തള്ളിയത്. 46 പേജുള്ള വിധിയുടെ പൂർണ്ണരൂപം ഇന്ന് പുറത്തുവന്നു. SFIOയുടെ അന്വേഷണം നിയമപരമാണെന്നും കേന്ദ്ര ഏജൻസിയെ അന്വേഷണം ഏൽപ്പിച്ചതിൽ തെറ്റില്ലെന്നും വിധിയിൽ പറയുന്നു. പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നത്. അന്വേഷണം റദ്ദാക്കാൻ എക്സാലോജിക്ക് ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കില്ലെന്നും കോടതി നിരീക്ഷിച്ചു. നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം റദ്ദാക്കാനോ സ്റ്റേ ചെയ്യാനോ കഴിയില്ലെന്നും ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ വിധിയിൽ പറയുന്നു. ഒരേ കേസിൽ 2 അന്വേഷണം നടക്കുന്നതിലെ നിയമവിരുദ്ധതയാണ് എക്സാലോജിക്ക് പ്രധാനമായും കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ കമ്പനി നിയമത്തിലെ 210-ാം നിയമപ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണം പൂർത്തിയായതാണെന്നും തുടർന്നാണ് 212-ാം വകുപ്പ് പ്രകാരം കേസ് ഏറ്റെടുത്തതെന്നും അന്വേഷണ ഏജൻസി കോടതിയെ അറിയിച്ചു. ഇത് പരിഗണിച്ച കോടതി അന്വേഷണം SFIO ഏറ്റെടുക്കുന്നതിൽ തെറ്റില്ലെന്നും നിരീക്ഷിച്ചു. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള നടപടികളുമായാണ് എക്സാലോജിക് മുന്നോട്ട് പോകുന്നത്. നിബന്ധനകളില്ലാതെ സ്വതന്ത്ര അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ വീണയിലേക്കും എക്സാലോജിക്കിലേക്കും വേഗത്തിലെത്താനാണ് SFIO ശ്രമിക്കുന്നത്. 24 ബംഗളൂരു. മാസപ്പടി വിവാദത്തിൽ കൂടുതൽ രേഖകൾ പുറത്തുവിട്ട് മാത്യു കുഴൽനാടൻ MLA പ്രതിസന്ധിയിലാണെന്നും ഇൽമനേറ്റ് ലഭ്യമാക്കാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് CMRL നൽകിയ നിവേദനത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടതായി ആരോപണം. തോട്ടപ്പള്ളി മണൽ നീക്കത്തിനു ശേഷം CMRL കോടികളുടെ സാമ്പത്തിക വളർച്ച നേടിയെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. 2017 നഷ്ടത്തിലായിരുന്ന CMRLനെ ലാഭത്തിലാക്കിയതിന്റെ പ്രതിഫലമാണ് എക്സാലോജിക്കിന് ലഭിച്ചതെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു. 2017 ഫെബ്രുവരി 6-ന് CMRL മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചുവെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ഇൽമനൈറ്റിന്റെ ലഭ്യതക്കുറവും ഉയർന്ന വിലയും പ്രതിസന്ധിയിലാക്കി. കമ്പനി അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നും പ്രാദേശികമായി കുറഞ്ഞ വിലയ്ക്ക് ഇൽമനൈറ്റ് ലഭിക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അഭ്യർത്ഥിച്ച് CMRL സമർപ്പിച്ച നിവേദനത്തിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടതായും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 27/10/2017 ചേർന്ന യോഗം, ആ യോഗം എയിം ചെയ്തത് തോട്ടപ്പള്ളിയിലെ കരിമണലിന് വേണ്ടിയിട്ടാണ്. ദ ഹോൾ എക്സസൈസ്, അവിടെ നടത്തിയ മുഴുവൻ എക്സസൈസും ആ കരിമണൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കുട്ടനാട് വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ തോട്ടപ്പള്ളിയിലെ മണൽ നീക്കം ചെയ്തതിലൂടെ സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടായി. ഇതിന്റെ ലാഭം CMRLനാണ് ലഭിച്ചതെന്നും മാത്യു കുഴൽനാടൻ. 2022 6 കോടി ലാഭം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന കമ്പനി 2023 ആയപ്പോൾ 56 കോടിയിലേക്ക് മാറി. 56 കോടിയിലേക്ക്. 2022 6 കോടിയുടെ ലാഭമുണ്ടായിരുന്ന CMRL 2023 56 കോടിയുടെ ലാഭമാണ് നേടിയത്.
ഇതിന്റെ പ്രതിഫലമാണ് എക്സാലോജിക്കിന് ലഭിച്ചതെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. 24 കൊച്ചി. ബഹിരാകാശത്ത് വിജയക്കുതിപ്പ് തുടർന്ന ഇന്ത്യ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് 3DS വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വൈകിട്ട് 5:35 വിക്ഷേപണം. ദൗത്യം വിജയകരമെന്ന് ISRO പ്രഖ്യാപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണത്തറയിൽ നിന്ന് കുതിച്ച GSLV F-14 18 മിനിറ്റും 7 സെക്കൻഡുകളും കൊണ്ട് ദൗത്യം പൂർത്തിയാക്കി. യാത്രയിലെ 3 ഘട്ടങ്ങളും വിജയകരമായി പൂർത്തീകരിച്ച ഇൻസാറ്റ് 3DS-നെ ജിയോ സിങ്ക്രണൈസ്ഡ് ഓർബിറ്റിലെത്തിച്ചു. ദൗത്യം വിജയകരമെന്ന് പ്രഖ്യാപിച്ച ISRO. I'm very happy to announce the successful accomplishment of mission GSLV F-14 INSAT 3DS. The spacecraft has been injected into a very good orbit. The injection conditions were as expected, and we also noted that the vehicle has performed very, very well. ഇൻസാറ്റ് 3DS-ൽ 4 പേലോഡുകളാണുള്ളത്. എർത്ത് ഡിസ്കിന്റെ ചിത്രങ്ങൾ നൽകുന്ന 6 ചാനൽ ഇമേജർ, മേഘങ്ങളുടെ ഈർപ്പവും താപനിലയും മനസ്സിലാക്കുന്ന 19 ചാനൽ സൗണ്ടർ, വിവിധ കാലാവസ്ഥാ നിലയങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന ഡാറ്റ റിലേ ട്രാൻസ്പോണ്ടർ, അപകടത്തിൽപ്പെടുന്ന നാവിക വ്യോമ ഉപകരണങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്ന സാറ്റലൈറ്റ് എയ്ഡഡ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ട്രാൻസ്പോണ്ടർ. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപകരണങ്ങളുടെ ശ്രേണിയിലേക്ക് അതിനൂതന സാങ്കേതിക വിദ്യയുമായാണ് ഇൻസാറ്റ് 3DS എത്തുന്നത്. മുൻ തലമുറയിലെ ഇൻസാറ്റ് 3D, ഇൻസാറ്റ് 3DR എന്നിവയ്ക്കൊപ്പം ഇനി ഇൻസാറ്റ് 3DS-ഉം കാലാവസ്ഥാ പ്രവചനം നടത്തും. 24 ചെന്നൈ. BJP-യിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥ് ഡൽഹിയിൽ BJP നേതാക്കളുമായി ചർച്ച നടത്തിയേക്കും. BJP-യിൽ ചേരുമെന്ന റിപ്പോർട്ടുകൾ കമൽനാഥ് നിഷേധിച്ചില്ല. സമൂഹമാധ്യമങ്ങളിലെ ബയോയിൽ കോൺഗ്രസ് എന്ന് രേഖപ്പെടുത്തിയത് മകൻ നകുൽനാഥ് ഒഴിവാക്കി. കമൽനാഥിന് പാർട്ടി എല്ലാം നൽകിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം. അടുത്ത 48 മണിക്കൂറിനകം മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥും മകൻ നകുൽനാഥും BJP-യിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് കമൽനാഥ് ഡൽഹിയിലെത്തിയത്. BJP-യിൽ ചേരുമോ എന്ന ചോദ്യത്തോട് കമൽനാഥിന്റെ പ്രതികരണം ഇങ്ങനെ: आप लोग एक्साइट हो रहे हैं, मैंने कहा मैं तो एक्साइट नहीं हूं इस तरफ या उस तरफ, पर बात यह है कि अगर ऐसी कोई बात होगी मैं आप सबको सबसे पहले खबर करूंगा. കമൽനാഥിന്റെ ഡൽഹി സന്ദർശനത്തിന് പിന്നാലെ നകുൽനാഥ് തന്റെ സമൂഹ മാധ്യമങ്ങളിലെ ബയോയിൽ നിന്നും കോൺഗ്രസ് എന്നത് ഒഴിവാക്കി. കമൽനാഥിന് 12 കോൺഗ്രസ് MLA-മാരുടെ പിന്തുണ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. കോൺഗ്രസിൽ നിരാശരായ നേതാക്കൾക്കായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് മധ്യപ്രദേശ് BJP അധ്യക്ഷൻ VD ശർമ്മ പ്രതികരിച്ചു. അതേസമയം കമൽനാഥിന് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ പാർട്ടിയുമായി ബന്ധമുണ്ടെന്നും പാർട്ടി എല്ലാം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും കമൽനാഥിന്റെ രാജി ഹൈക്കമാൻഡ് ചോദിച്ചു വാങ്ങിയിരുന്നു. രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യം കൂടി നേതൃത്വം നിഷേധിച്ചതോടെയാണ് കമൽനാഥ് പാർട്ടി വിടുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടും. UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജിനെ പ്രഖ്യാപിച്ചു. PJ ജോസഫാണ് കോട്ടയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് 24-നോട് പറഞ്ഞു. കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ UDF-ൽ ധാരണയായതോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേരള കോൺഗ്രസ് നടത്തിയത്. നിരവധി പേരുകൾ സ്ഥാനാർത്ഥി ചർച്ചയിൽ ഉയർന്നു വന്നുവെങ്കിലും അവസാനം ഫ്രാൻസിസ് ജോർജിലേക്ക് എത്തുകയായിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം കോട്ടയത്ത് PJ ജോസഫ് നടത്തി. പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനും മുൻ MPയുമായിരിക്കുന്ന ശ്രീ ഫ്രാൻസിസ് ജോർജ് ആയിരിക്കും കോട്ടയത്തെ സ്ഥാനാർത്ഥി. പാർട്ടിയും മുന്നണിയും ഏൽപ്പിച്ച ഉത്തരവാദിത്തം ആത്മാർത്ഥതയോടെ നിറവേറ്റുമെന്ന് ഫ്രാൻസിസ് ജോർജ് 24-നോട് പറഞ്ഞു. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയുമെന്നാണ് ആത്മവിശ്വാസം. തോമസ് ചാഴിക്കാടന് വലിയ ഭൂരിപക്ഷം ലഭിച്ചത് UDF-നൊപ്പം നിന്നപ്പോഴാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാർജിൻ കിട്ടിയത് അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴാണ്. ഇന്ന് അദ്ദേഹം LDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. ഇത് പരമ്പരാഗതമായി UDF-ന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ്. പ്രഖ്യാപനത്തിന് പിന്നാലെ മണ്ഡലത്തിൽ UDF തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. LDF സ്ഥാനാർത്ഥി പ്രമുഖരെ നേരിൽ കണ്ട് വോട്ട് തേടുന്ന തിരക്കിലാണ്. 1980-ന് ശേഷം വീണ്ടും കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് കോട്ടയത്ത് കളമൊരുങ്ങിയിരിക്കുകയാണ്. 44 വർഷങ്ങൾക്കിപ്പുറം നടക്കുന്ന പോരാട്ടത്തിന് അതുകൊണ്ട് തന്നെ വീറും വാശിയും ഇരട്ടിയാകും. കോട്ടയത്ത് നിന്ന്
ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള CPIM പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ ധാരണ. വിയോജിപ്പ് അറിയിച്ചെങ്കിലും ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനെ തന്നെയാണ് പാർട്ടി പരിഗണിക്കുന്നത്. വടകരയിൽ കെ ശൈലജയും കണ്ണൂരിൽ MV ജയരാജനും സ്ഥാനാർത്ഥികളായേക്കും. ആറ്റിങ്ങലിൽ വി ജോയ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചു. കഴിഞ്ഞ തവണത്തെ വമ്പൻ തോൽവി ഇത്തവണ ആവർത്തിക്കരുതെന്ന വാശിയിലാണ് CPIMന്റെ സ്ഥാനാർത്ഥി നിർണയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാണ് CPIMന്റെ ഏക പ്രതീക്ഷ. MLAമാർ, ജില്ലാ സെക്രട്ടറിമാർ, മുതിർന്ന നേതാക്കളടക്കം പ്രമുഖരെയാണ് മത്സരരംഗത്തിറക്കുന്നത്. ആറ്റിങ്ങലിൽ ജില്ലാ സെക്രട്ടറി വി ജോയ് സ്ഥാനാർത്ഥിയാകും. ജില്ലാ കമ്മിറ്റിയിൽ മറ്റു പേരുകളൊന്നും ചർച്ചയായില്ല. കൊല്ലത്ത് നടനും MLAയുമായ M മുകേഷ് മത്സരിക്കാനാണ് ധാരണ. പത്തനംതിട്ടയിൽ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ തോമസ് ഐസക്, ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫ് എന്നിവർ മത്സരിക്കാനാണ് ധാരണ. പാലക്കാട് A വിജയരാഘവൻ സ്ഥാനാർത്ഥിയായേക്കും. താൽപ്പര്യമില്ലെന്നറിയിച്ചെങ്കിലും ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിക്കണമെന്നാണ് CPM നേതൃത്വത്തിന്റെ തീരുമാനം. വടകരയിൽ കെ ശൈലജയും കണ്ണൂരിൽ MV ജയരാജനും വന്നേക്കും. കോഴിക്കോട് എളമരം കരീമിനെയും കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനെയുമാണ് പരിഗണിക്കുന്നത്. മലപ്പുറത്ത് VP സാനുവിനെയും പൊന്നാനിയിൽ KT ജലീലിനെയും ആലോചിക്കുന്നുണ്ടെങ്കിലും തീരുമാനമായില്ല. എറണാകുളം, ചാലക്കുടി എന്നീ സീറ്റുകളിൽ ജില്ലാ കമ്മിറ്റികൾക്ക് ശേഷം ധാരണയുണ്ടാക്കും. 21-ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി പട്ടിക വീണ്ടും ചർച്ച ചെയ്ത് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾക്ക് വിടും. അതിനുശേഷം കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ ഈ മാസം 27-ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ മലയാളി മകന്റെ കുത്തേറ്റ് മരിച്ചു. മെൽവിൻ തോമസാണ് പിതാവ് മാനുവൽ തോമസിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. മെൽവിൻ തോമസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിന് പിന്നാലെ സർക്കാരും ഗവർണറും തമ്മിൽ പോര്. യോഗത്തിൽ പങ്കെടുത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു സുപ്രീം കോടതി വിധി ലംഘിച്ചെന്ന് ഗവർണർ കുറ്റപ്പെടുത്തി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാമെന്ന് മന്ത്രി തിരിച്ചടിച്ചു. സെനറ്റ് യോഗത്തിന്റെ മിനിറ്റ്സ് ഗവർണർക്ക് കൈമാറി. ഇന്നലെ മന്ത്രി R ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ VC നിയമന സമിതിയിലേക്ക് പ്രതിനിധിയെ നൽകേണ്ടതില്ല എന്ന തീരുമാനമാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. സെനറ്റിൽ നടന്നത് നിയമവിരുദ്ധ സംഭവങ്ങളാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രോ ചാൻസലർക്ക് സെനറ്റ് യോഗത്തിലേക്ക് പങ്കെടുക്കാൻ അധികാരമില്ലെന്ന് ഗവർണർ. She seems to be totally rudderless. She seems to have no basic manners. She seems to be totally ignorant. And she has no respect for the court and the law of the land. She has no authority to go there. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കാനുള്ള ഇടപെടലാണ് ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ പരോക്ഷ പ്രതികരണം. ചട്ടപ്രകാരമാണ് പ്രമേയം പാസാക്കിയതെന്നും പ്രതിപക്ഷത്തിന് മന്ത്രിയുടെ മറുപടി. നിയമപരമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മുടെ അഭിപ്രായം. അവര് എന്താണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് നീങ്ങട്ടെ. അധ്യക്ഷത വഹിക്കാനും പിന്നെ അതുപോലെ അതിനെല്ലാം അവര് സ്റ്റാറ്റ്യൂട്ടും ആക്റ്റും എല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കട്ടെ. അതുപോലെ അവർക്ക് നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളുണ്ടല്ലോ നീതി നിർവഹണത്തിന്. നമുക്ക് അവരത് പോയിക്കോട്ടെ. കേരള സർവകലാശാല സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനിയെ നൽകാനാകില്ല എന്ന സെനറ്റ് യോഗത്തിന്റെ തീരുമാനം ഉൾപ്പെടുന്ന മിനിറ്റ്സ് ഗവർണർക്ക് കൈമാറി. നോമിനിയെ നൽകുന്നത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമെന്ന് മിനിറ്റ്സിൽ വിശദീകരണം. വിമാനത്താവളത്തിൽ നിന്നും രാജ്ഭവനിലേക്ക് പോയ ഗവർണറെ ഇന്നും SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ജനറൽ ആശുപത്രിക്ക് മുന്നിലും AKG സെന്ററിന് മുന്നിലുമായിരുന്നു കരിങ്കൊടി പ്രതിഷേധം. 24 തിരുവനന്തപുരം. കർഷക സമരം 5ാം ദിവസവും തുടരുന്നു. ഹരിയാന പഞ്ചാബ് അതിർത്തിയായ ശംഭുവിൽ ട്രാക്ടറുകളുമായി കൂടുതൽ കർഷകരെത്തി. സമരം തുടരുന്നതിനിടെ ശംഭുവിൽ ഡ്യൂട്ടിക്കിടെ SI കുഴഞ്ഞു വീണ് മരിച്ചു. കേന്ദ്ര സർക്കാരുമായുള്ള 4ാം വട്ട ചർച്ച നാളെ നടക്കാനിരിക്കുന്നതിനാൽ ഇന്ന് സമാധാനപരമായിരുന്നു ശംഭു അതിർത്തിയിലെ അന്തരീക്ഷം. പോലീസുമായി സംഘർഷത്തിന് മുതിരാതെ കർഷകർ ശ്രമിക്കുന്നുണ്ട്. പുതിയ നിർദ്ദേശങ്ങളുമായാണ് കേന്ദ്ര സർക്കാർ നാളത്തെ ചർച്ചയ്ക്ക് തയ്യാറാക്കുന്നത്. സമിതി രൂപീകരിക്കുമെന്നാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശമെങ്കിൽ കർഷകർ വഴങ്ങില്ല. ഇതിനിടെ ശംഭു അതിർത്തിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹരിയാന പോലീസിലെ SI ഹിരാലാലാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. കനൌറിൽ പോലീസ് വെടിയുതിർത്തു എന്നാരോപിച്ച് കർഷകർ വീഡിയോ പുറത്തുവിട്ടു. കേന്ദ്രവുമായുള്ള നാളത്തെ ചർച്ച പരാജയപ്പെട്ടാൽ ശംഭു അതിർത്തിയിൽ തമ്പടിച്ച കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങും. BJP നേതാക്കൾക്കെതിരെ പഞ്ചാബിൽ പ്രതിഷേധം തുടരുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ഛാഗർ, ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് തുടങ്ങിയവരുടെ വസതികൾ വളഞ്ഞാണ് BKU ഉഗ്രഹൻ പ്രതിഷേധം. 24 ഡൽഹി. കല്ലൻ ജ്വല്ലേഴ്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS കല്യാണരാമന് UAE ഗോൾഡൻ വീസ ലഭിച്ചു.
ദുബായ് ഡൗൺ ടൗൺ കെമ്പിൻസ്കി ബോളിവാർഡ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ECH ഡിജിറ്റൽ CEO ഇക്ബാൽ മർക്കോണിയിൽ നിന്ന് TS കല്യാണരാമൻ, മക്കളായ സീതാറാം കല്യാണരാമൻ, രമേശ് കല്യാണരാമൻ എന്നിവർ ചേർന്ന് ഗോൾഡൻ വീസ ഏറ്റുവാങ്ങി. ദുബായിൽ കൂടുതൽ ഷോറൂമുകൾ തുറക്കുമെന്ന് TS കല്യാണരാമൻ പറഞ്ഞു. കല്യാൺ ജ്വല്ലേഴ്സിന്റെ 250ാമത്തെ ഷോറൂം കഴിഞ്ഞ ദിവസം അയോധ്യയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.